ഹായ് എവ്രി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നോ? ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു ചെറിയ കാര്യം പറയാനാണ്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനാണ്. റീസെൻ്റ്ലി ഐ ഹാവ് ഡിസൈഡഡ് ടു ബ്രേക്ക് മൈ കംഫർട്ട് സോൺ. അങ്ങനെ ഒരു ആരെങ്കിലും പറഞ്ഞ് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. യു ഷുഡ് നോട്ട് ബി കംഫർട്ടബിൾ, അല്ലെങ്കിൽ കംഫർട്ട് സോണിൽ നിങ്ങൾ പെട്ടുപോകരുതെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? അങ്ങനെ ഒരു തോന്നലുള്ളിൽ വന്നിട്ടാണ് ഞാൻ റീസെൻ്റ്ലി എനിക്കുണ്ടായിരുന്ന ജോലിയെയും കാര്യങ്ങളൊക്കെ ഞാനൊന്ന് പോസ് ചെയ്തിട്ട് വേറെ ഒരു കോഴ്സിലേക്ക് കിടന്നാലോ എന്ന് വിചാരിക്കുകയാണ്. ഇറ്റ് ഈസ് നോട്ട് ഈസി. നമ്മളിപ്പോൾ കംഫർട്ടബിളായിട്ട് പോകുന്ന ഒരു സിറ്റുവേഷനാണ്. നമുക്കൊരു വരുമാനമുണ്ട്, നമുക്കൊരു സ്പേസ് ഉണ്ട്, നമ്മുടെ വർക്ക് സ്പേസ് ഉണ്ട്, നമുക്കൊരു ലിവിങ് കൾച്ചറുണ്ട്, ഒരു ലൈഫ് സ്റ്റൈലുണ്ട്, നമുക്ക് റുട്ടീനുണ്ട്. ഇതൊക്കെ ബ്രേക്ക് ചെയ്യാൻ തീരുമാനിക്കുകയാണ്. ബീങ് എ സ്റ്റുഡൻറ് ഒട്ടും എളുപ്പമല്ല. കാരണം വി ഹാവ് ടു ബി എ സ്റ്റുഡൻ്റ് അല്ലേ. ക്ലാസ്സിൽ പോകണം, പഠിക്കണം, കാര്യങ്ങൾ ചെയ്യണം. അതുമാത്രമല്ല, ഒരു 4 വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഒരു വീട്ടിലിരുന്ന് കംഫർട്ടബിളായിട്ട് ജോലി ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്നൊരു സ്റ്റുഡൻ്റ് ആവാന്ന് പറയുന്നതും അത്ര ഈസി അല്ലായിരുന്നു. ഐ വാസ് വെരി ഫിയർഫുൾ. ഞാൻ ആ തീരുമാനം എടുക്കാനുള്ള കാരണം എന്ന് പറയുന്നതും ഐ വാസ് ടു മച്ച് ഓഫ് കംഫർട്ടബിൾ വിത്ത് ദ കറണ്ട് ജോബ് ഐ ഹാഡ്. അപ്പോൾ അങ്ങനെ ഒരു കംഫർട്ടബിൾ ആണെന്ന് തോന്നിയപ്പോൾ എനിക്ക് തോന്നി എൻ്റെ കരിയറിൽ ഗ്രോത്ത് ഉണ്ടാകുന്നില്ല, എൻ്റെ ലൈഫിലൊരു ചേഞ്ച് വരുന്നില്ല. ഐ ഹാവ് ഡൂയിങ് സെയിം തിങ് ഫോർ 4 years. സെയിം സമയത്ത് ജോലി ചെയ്യുന്നു, സെയിം കാര്യങ്ങൾ ചെയ്യുന്നു, എന്തൊരു എക്സൈറ്റിംഗ് ആയിട്ടൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ എനിക്ക് വന്നപ്പോൾ എനിക്ക് തോന്നുന്നു മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ചൂസ് ടു ബി ലൈക്ക് ദാറ്റ്. നമ്മൾ കെമിസ്ട്രിയിലൊക്കെ പറയുകയാണെങ്കിലും എലമെൻറ്റ്സ് എപ്പോഴും സ്റ്റേഷനറി ആയിട്ടിരിക്കാനാണ് ആഗ്രഹിക്കുക, ഇഷ്ടപ്പെടുക എന്ന് പറയില്ലേ. അവർ എക്സൈറ്റഡ് ആവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. എനർജി അക്വയർ ചെയ്തുകൊണ്ടോ അങ്ങനെ അക്വയർ ചെയ്ത തന്നെ അവർ തിരിച്ച് സ്റ്റേഷനറി സ്റ്റേറ്റിലേക്ക് തിരിച്ചു വരാനാണ് ഏറ്റവും കൂടുതൽ ശ്രമിക്കുക എന്ന് പറയും. സോ ഐ ഓൾസോ തിങ്ക് ദാറ്റ്. പക്ഷേ എനിക്ക് തോന്നിയൊരു കാര്യമാണ് ദാറ്റ് ഐ വോണ്ട് ടു ഷെയർ വിത്ത് യു. അതായത് നമ്മൾ ഒരിക്കലും അങ്ങനെ കംഫർട്ടബിൾ ആയെന്ന് തോന്നുന്ന സിറ്റുവേഷനിൽ കണ്ടിന്യൂ ചെയ്യരുത്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് അവിടെ ബ്രേക്കായി. നമുക്ക് എക്സൈറ്റഡ് ആയിട്ടൊന്നും ചെയ്യാനില്ലെങ്കിൽ നമുക്ക് പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണെന്ന് തോന്നുവാണെങ്കിൽ ജസ്റ്റ് ബ്രേക്ക് ഇറ്റ്. പറയുന്ന പോലെ അത്ര എളുപ്പമല്ല ബ്രേക്കിംഗ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞില്ലേ, അത്രയും സുഖമായിട്ട് വന്ന ജീവിതത്തിൽ നമുക്കറിയാം 2 കൈയും കാലും കെട്ടിയിട്ട് വെള്ളത്തിലേക്കിട്ട അവസ്ഥയാണ് ഇപ്പം. എന്നാലും ഓരോ ഡേയിൽ കഴിയും തോറും നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കുകയാണ്. ആൻഡ് വി ഫീൽ ലൈക്ക് എനിക്ക് എന്തോ ചെയ്യാനുണ്ട്. ഞാൻ എൻ്റെ കരിയർ സ്വിച്ച് ചെയ്യാൻ തീരുമാനിച്ചതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കോഴ്സ് ചെയ്യേണ്ടതായിട്ട് വന്നത്. അപ്പം കരിയർ സ്വിച്ചിങ് എന്ന് പറയുന്നത് തന്നെ അതൊരു ചലഞ്ചാണ്. ഇത്രയും നാൾ കംഫർട്ടബിളായിട്ട് അത്യാവശ്യം നല്ല പെയ്ഡ് ആയിട്ടുള്ള ഒരു ജോലിയിൽ നിന്ന് വേറൊരു കരിയറിലേക്ക് പോകുമ്പം ഒന്നേന്ന് തുടങ്ങണം. എനിക്ക് കോഴ്സാണെങ്കിലും കോഴ്സ് മാത്രമല്ല, കോഴ്സ് പഠിച്ചു കഴിഞ്ഞ് ജോലി കണ്ടെത്തണം, അതിൻ്റെ എക്സാംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എഴുതണം, ക്വാളിഫിക്കേഷൻസ് റെഡിയാക്കണം. അപ്പോൾ അതൊന്നും ഈസി ആയിട്ടുള്ള കാര്യമൊന്നും അല്ല. പക്ഷേ ഐ ഡിസൈഡഡ് ടു ഡു ദാറ്റ്. അങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള ഗുണം, ഞാൻ വീണ്ടും ഒരു സ്റ്റുഡൻ്റ് ആയപ്പോൾ എനിക്ക് ഭയങ്കര എനർജി കിട്ടിയ പോലെ തോന്നി. വീണ്ടും ഞാനൊരു സ്കൂൾ കുട്ടി അല്ലെങ്കിൽ ഞാൻ കോളേജിൽ പോകാന്നുള്ളൊരു തോന്നൽ വന്നപ്പോൾ തന്നെ ഞാൻ കുറച്ചും കൂടെ എനർജറ്റിക്കായി, കുറച്ചും കൂടെ യങ്ങറായി, കുറച്ചും കൂടെ എനിക്ക് എന്തോ ചെയ്യാനുണ്ടെന്നൊരു തോന്നൽ വരാൻ തുടങ്ങി. സോ യു ഷുഡ് ഓൾസോ ട്രൈ ഇറ്റ്. ഞാനത് മാത്രമല്ല, ഞാൻ എൻ്റെ കംഫർട്ട് സോണായിട്ടുള്ള എൻ്റെ റൂം വരെ മാറി, ഒരു ഹോസ്റ്റലിലേക്ക് തന്നെ മാറി. അങ്ങനെ ചെയ്യുമ്പോൾ എന്ന് പറയുമ്പോൾ ആദ്യത്തെ ദിവസം നമുക്ക് ഭയങ്കര ഒറ്റപ്പെടലായിരുന്നു. ഐ വാസ് അലോൺ ഇൻ സംവെയർ എന്ന് ഒരു തോന്നൽ വരും. എനിക്ക് എന്തൊക്കെയോ പറയാനുണ്ട്, എനിക്ക് ആരൊക്കെയോടോ സംസാരിക്കാനുണ്ട് എന്നുള്ള സാധനം വരും. പക്ഷേ പിന്നെ നമ്മൾ എന്താണെന്നറിയോ, നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കാൻ തുടങ്ങും. നമ്മൾക്ക് നമ്മളെ ഉള്ളൂ എന്നുള്ള തോന്നൽ വരും. നമ്മൾ നമ്മളെ വാല്യൂ ചെയ്യാൻ തുടങ്ങും. ഇതിക്ക് മുന്നേ സംസാരിച്ചിട്ടുണ്ടാവായിരിക്കും, യു ഷുഡ് ഓൾവേസ് ലവ് യുവർ സെൽഫ്. അതായത് നിങ്ങൾ ട്രീറ്റ് ചെയ്യണം. ഞാൻ ഇതിക്ക് മുന്നേ സംസാരിച്ചിട്ടുണ്ട്. ചിലർ ആഡംബരമായിട്ടും അല്ലെങ്കിൽ ആഗ്രഹങ്ങളൊന്നും സാധിക്കണ്ടെന്ന് പറഞ്ഞാൽ പോലും നിങ്ങളുടെ ഉള്ളിലുള്ള കൊച്ചു കൊച്ചു ആഗ്രഹങ്ങൾ എന്താണെങ്കിലും അതിന് നിങ്ങൾ ആഗ്രഹങ്ങൾക്കെല്ലാം നിങ്ങൾ സാധിച്ചു കൊടുക്കുക തന്നെ വേണം. കാരണം നിങ്ങളെ സ്നേഹിച്ചില്ലെങ്കിൽ ആര് നിങ്ങളെ സ്നേഹിക്കാനാണ്? സോ യു ഷുഡ് ഡെഫിനറ്റ്ലി ലവ് യുവർ സെൽഫ്. അപ്പം നമ്മൾ കൂടുതൽ നമ്മളിലേക്ക് വരും, നമ്മുടെ ഇഷ്ടങ്ങളിലേക്ക് വരും, നമ്മുടെ ഒരു സ്പേസിലേക്ക് വരും. നമ്മൾ എന്തൊക്കെയാണ് ഒക്യുപ്പൈ ചെയ്യുന്നത്, നമ്മുടെ മെറ്റീരിയൽസ് ആയിരിക്കും, ചിലപ്പോൾ നമ്മുടെ പുസ്തകങ്ങളായിരിക്കാം, ഡ്രസ്സായിരിക്കാം, നമ്മുടെ ഇലക്ട്രോണിക് ഡിവൈസസ് ആയിരിക്കാം. പക്ഷെ നമ്മളിലേക്ക് വരും. അത് നമുക്കൊരു തിരിച്ചറിവാണ്. അത് തരുന്ന ഒരു ഫ്രീഡം മറ്റൊന്നാണ്.
അത് നമ്മൾ ഈ ബുദ്ധിമുട്ട് പേടിച്ച് അങ്ങനെ ഇരുന്ന് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ അത് കഴിഞ്ഞുള്ള ഒരു ഫ്രീഡം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗുണം നമുക്ക് കുറച്ചും കൂടെ വൈഡായിട്ട് അടുത്ത ലൈഫ് കുറച്ചും കൂടെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ യു ഷുഡ് ഓൾവേസ് ട്രൈ ദിസ്. കംഫർട്ടബിൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് വാട്ട് യു ഹാവ് ടു ഡു ഇസ് ജസ്റ്റ് ബ്രേക്ക് യുവർ കംഫർട്ട് സോൺ ആൻഡ് കെയിം ഔട്ട് ഓഫ് ഇറ്റ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.